எப்படி இருக்கு? ரொம்ப நல்லா இருக்கு. എനിക്ക് തമിഴ്ന്ന് വരെ தெரியல. அப்படியല്ല, ரொம்ப നന്നായി இருக்கு. കൊള്ളാം. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു സിമ്പിൾ കറിയാണ്, ചെറുപയർ കറി. അത് തനതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതിന്റെ യഥാർത്ഥ കളറായ ലൈറ്റ് ഗ്രീൻ കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. ഞാനിവിടെ ചെറുപയർ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മതിയാകും. ഇതുപോലെ വേണം നമ്മളിത് ചതച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിവിടെ ചെറുപയറെല്ലാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പയർ ചതച്ച അതേ കല്ലിൽ തന്നെ ഞാനിവിടെ 3 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഇതങ്ങ് അരഞ്ഞുമുണ്ട് കേട്ടോ. ഈ ചതച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഒരു സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡും കൂടി ഇതിലേക്ക് ചതച്ചെടുക്കണം. എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുപയറല്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഇട്ട് ഒന്ന് ഇളക്കി ചൂടാക്കിയ ശേഷമാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചൂടാക്കിയിട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതുപോലെ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു പ്രത്യേക രുചി തന്നെയാണ് അതിന്. ഇത്രയും മതിയാവും. ഇതിപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതായത് ഈ പയർ വേകാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേരും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കത്തുള്ളൂ കേട്ടോ. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചതച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കണ്ടോ, നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ 5 ചുവന്നുള്ളി, പിന്നെ 1 പച്ചമുളക്, പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ് 1/4 ടീസ്പൂൺ മതിയാവും. നേരത്തെ നമ്മൾ ചതച്ചിട്ടയിൽ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. വെള്ളം നമ്മൾ പിന്നെ തിളച്ച വെള്ളം അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്.
ഇതുപോലെ വേണം അരച്ചെടുക്കാനുള്ളത്. ഇതിപ്പോൾ വീണ്ടും ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർക്കും. അത് ഈ മിക്സിയുടെ ജാറിൽ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം നിങ്ങൾ ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഈ സമയത്ത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എത്ര തിക്നെസ് വേണം എന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും കട്ടി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി ഇത് പാകത്തിനൊന്ന് തിളച്ച് വരണം. നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ഗ്രീൻ കളർ കിട്ടുന്നു എന്ന് എനിക്കറിയത്തില്ല. നല്ല ഒരു കളറാണ് കേട്ടോ. എൻ്റെ ക്യാമറയിൽ ആ ഒരു കറക്റ്റ് കളർ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ G7X എടുത്ത് വന്നിട്ട് അതിൽ കാണിച്ചു തരാം ഇതിൻ്റെ റിയൽ കളർ. ഇതിപ്പോൾ കണ്ടോ, നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ശരിക്ക് പയർ കറി, ചെറുപയർ കറി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ വേണം വരാനുള്ളത്. അതാണ് അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഇതിപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട്, പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളകൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് താളിച്ചത് ഈ പയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി കളറായിരിക്കും. ഇത് നമുക്ക് ശരിക്കും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയും അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്ക് സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.